പ്ലീസ് വെൽക്കം മേബിൾ. പ്രൊമിത്യൂസിനെയാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്കുണ്ടാകണം. ഡാൻസ് ആണോ അതോ സ്കിറ്റ് ആണോ? റിഫ്ലക്ഷൻ റൗണ്ട് ആണ്. അതായത് ഈയിടെ അന്തരിച്ച ലോഹിദാസ് സാറ് കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ ചെയ്ത പാഥേയ എന്ന സിനിമയിലെ മമ്മൂക്കയും ചിപ്പിയും കൂടെ അഭിനയം. ചിപ്പിയുടെ ആദ്യത്തെ പടം അല്ലേ? ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. അമ്മതൻ നെഞ്ചിന്നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തി പിറന്നവനാണു ഞാൻ. ഘനതിമിര പാളികൾ കീറിപ്പിളർന്നുകൊണ്ടൊരു താളവട്ടം പിടിക്കുവാൻ വന്നു ഞാൻ. സിരകളിൽ പ്രളയവും മിഴികളിൽ ഭീഷ്മവും നടകളിൽ തീമഴയുമേൽക്കുവിൻ കൂട്ടരേ. അകനാക്കിലഗ്നിയുടെ വാക്കിൻ വസന്തം പൊരുതുന്ന മർത്യന്റെ പൊരുളായുയർത്തുവിൻ. നക്ഷത്രകോടികൾ നാഴികക്കല്ലുകൾ സൂര്യനും ചന്ദ്രനും കാവൽ തിടമ്പുകൾ കൈവിലങ്ങാദ്യം തെറിക്കട്ടെ മായാത്ത മോചന സ്വപ്നം കുറിക്കട്ടെ മർത്യൻ. ഉന്മാദ നൃത്തം തുടങ്ങട്ടെ ദിക്കുകൾ മനുജന്റെ നെഞ്ചിൽ മുഴങ്ങട്ടെ ദുന്ദുഭി. ഇവനെ ബന്ധിക്കുക. ഇവൻ ന്യൂസിന്റെ നിഷേധി. ഇവൻ അധീനിയുടെ കാമുകൻ. ബന്ധനത്തിൽ കിടന്നുഴലും ഭക്തിഹൃദയം തീരുവാന കാളരാത്രി വട്ടമിട്ടു പറന്നു വന്നു രാമരുന്നുകൾ. രക്തദാഹം തീർക്കുവാനായി കൂട്ടമോടെ പറന്നു വന്നവർ ചിറകടിച്ചു കൊടും കൊട്ടുകൾ കടലിലാട്ടിയാവുതോറും. ഹൃദയപുഷ്പം പുലരിതോറും തിരികെ അവനിൽ പൂത്തുനിന്നു ജീവരക്തം സിരയിലൊഴുകി വിഴികളേന്തി അഗ്നിനാളം. മേബിൾ, ഈ ഒരു പർട്ടിക്കുലർ തീം അല്ലെങ്കിൽ ഈ ഒരു പടം ചൂസ് ചെയ്യാൻ ലോഹിത് സാറിൻ്റെ വേറെ ഒരുപാട് പടങ്ങളുണ്ട്, വേറെ ഒരുപാട് ക്യാരക്ടേഴ്സിനുണ്ട്. ഈ ഒരു രംഗം ചൂസ് ചെയ്യാൻ ആരാ ഇൻസ്പയർ ചെയ്തത്? ഇൻസ്പയർ ചെയ്ത എൻ്റെ കൊറിയോഗ്രാഫർ ഉണ്ട്. ഞാനിതേപോലെ പറഞ്ഞപ്പോൾ ശ്രീജിത്ത് എന്ന് പറഞ്ഞാണ് എൻ്റെ കൊറിയോഗ്രാഫറിൻ്റെ പേര്. പുള്ളിയും പറഞ്ഞു വളരെ നല്ലതാണ്. കാരണം ലോഹിദാസ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒട്ടേറെ പുതുമുഖങ്ങൾക്ക് അഭിനയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താണ്. അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ സർഗപ്രതിഭയാകുന്ന തീ ശരിക്കും ധാരാളം പേർക്ക് പകർന്നു കൊടുത്തു. അത് ഇന്നും ആ തീ കത്തുന്നതാണ്. അത്രയും ഫിലോസഫിക്കലായിട്ട് ആലോചിച്ചുണ്ടാക്കിയ ഒരു തീമാണ്, ചൂസ് ചെയ്തൊരു തീമാണ് അല്ലേ? ബ്രില്യൻറ്റ്, വെരി വെരി ഗുഡ്. അദ്ദേഹത്തിന് ആത്മാവ് എവിടെ ഉണ്ടെങ്കിലും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ശോഭനേച്ചി, ഇത് ഈ ഭയങ്കര എഫക്റ്റീവാണ് ഈ സോങ്. ഓക്കെ, പിന്നെ അത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അത് ഓൾസോ കുറേ ഷോർട്സ് വെച്ചിട്ടുണ്ട്, കുറേ സ്ക്രിപ്റ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ മീനിങ്സ് ഫിലോസഫിയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ആ ഇമ്പാക്റ്റ് വരുന്നത്. അത് ചൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ റിയാലിറ്റി ഷോയിൽ ഡാൻസ് കോമ്പറ്റീഷൻ മേബിൾ ഐ തിങ്ക് നിങ്ങൾ
ഒരു നല്ല ആക്ട്രസ്സാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ ലാസ്റ്റ് ഭയങ്കര സോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമായിരുന്നു, ആക്ടിങ്ങിലുള്ള ലിറ്റിൽ മോർ ഓഫ് ആക്ടിങ്. ബിക്കോസ് നിങ്ങൾ അത് പിന്നെ വേറെ ഒന്ന് ഈ സിങ്കാണ് അല്ലേ, ഈ സിങ്ക് എന്ന് പറയുമ്പോൾ കുറേ നിങ്ങൾ തേർന്നെടുത്തിരിക്കുന്ന ഷോട്ട്സ് കുറേ വേറെ വേറെ ആൾക്കാരുടെ ഷോട്ട്സൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ആ സമയം നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് ഇരുന്നു, യുനോ. സോ അത് നിങ്ങൾക്ക് ഒരു വേസ്റ്റാണ്. ഓക്കെ, പിന്നെ ആ ഡ്രാമ ഞാൻ സ്ക്രീനിൽ കണ്ട ഡ്രാമയോ ആ ലിറിക്സും ഇതിൽ വന്നില്ല ഫോർ വാട്ട് എവർ റീസൺ. ഓക്കെ, സോ ഐ തിങ്ക് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ നന്നായിരുന്നു. പിന്നെ ചിപ്പി ആക്ച്വലി ഭയങ്കര ഇമോട്ടീവ് അല്ല ഈ ഒരു ക്യാരക്ടറിൽ, നിങ്ങൾ കുറച്ചും കൂടി ആയിരുന്നു. സോ അത് വേണോ എനിക്കറിഞ്ഞില്ല, ബിക്കോസ് കോൺസെപ്റ്റ് വൈസ് അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ്. സോ ഇതൊക്കെ ഒരു കൺഫ്യൂഷനാണ് എനിക്ക്. സോ ഐ തിങ്ക് ഈ ചോയ്സ് ഇത്തരമൊന്നും എനിക്ക് ശരിയായില്ല, ബിക്കോസ് അതിൽ സ്കോപ്പില്ല നിങ്ങൾക്ക് ചെയ്യാൻ ഇതിൽ. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. മേബിളിൽ ഒരുപാട് പൊട്ടൻഷ്യൽ കണ്ടൊരു ആർട്ടിസ്റ്റാണ് ശോഭനജി. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ തീം ആ എക്സ്പെക്റ്റേഷനെ ബിൽഡപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേബിളിന് ഇതൊന്നും അല്ല എന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല ടഫായിട്ട് എടുത്തോളൂ. യു ഹാവ് ദാറ്റ് സ്കോപ്പ് ഇൻ യു. മുരളിയേട്ടാ? ഏറെക്കുറെ ശോഭന മാം പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചോയ്സിലാണ്. നമുക്ക് ഇപ്പോൾ എസ്പെഷ്യലി ദീസ് ഇനീഷ്യൽ റൗണ്ട്സ്, ഇതിൻ്റെ തുടക്കത്തിലുള്ള വരുന്ന റൗണ്ടുകളിൽ നമ്മൾ ഏതിലാണോ ഏറ്റവും സ്ട്രോങ്ങർ ആ സാധനം ഡെലിവർ ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ല നമ്മളോട് ഇപ്പോൾ ഡാൻസേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറ്റാവുന്ന ഒരു ഡാൻസ് നമ്മൾ ചെയ്യാം. മനസ്സിലായില്ലേ? ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ചോയ്സ് ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു. എല്ലാ വീട്ടമ്മമാരും ഒരു റെസിപ്പിക്ക് വേണ്ടി കാത്തിരിക്കുകയാവും. ജയലക്ഷ്മിയാണ് ഇന്നത്തെ താരം. എന്താണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഞാൻ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ബ്രെഡ് ഉണ്ണിയപ്പം. ബ്രെഡ് ഉണ്ണിയപ്പം. ബ്രെഡ് പൊടിച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. ബ്രെഡ് കൊണ്ട് ഉണ്ണിയപ്പം. ഇതിനാവശ്യമായത് ബ്രെഡ് പൊടിച്ചു വെച്ചിരിക്കുന്നതാ. അതിന്റെ അരികെല്ലാം കളഞ്ഞിട്ട് പൊടിച്ചത്. പഞ്ചസാര ലായനിയാക്കണം, പനിയാക്കണം. പിന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, അത് ഒരു മുറി തേങ്ങ. ബ്രെഡിന്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ്. ബ്രെഡ് പൊടിച്ചത്, തേങ്ങ, പഞ്ചസാര. തുടങ്ങാം. ആദ്യം നമ്മൾ പഞ്ചസാര പാനിയാക്കുക. അല്പം പഞ്ചസാര വെള്ളത്തിലിട്ട് അലിയിക്കുക. അപ്പോൾ ആ കുറച്ച് ബ്രെഡ് എടുക്കുക. ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചുരണ്ടി വെക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ലേ? അതെ, വെളിച്ചെണ്ണ. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ. 4 മിനിറ്റ്. അതെ അതെ. ഇനി വെറും 1 മിനിറ്റ് മാത്രം. റെഡിയാവോ? റെഡിയാവും. ഇത് ചെറുതായിട്ട് ബ്രെഡ് കഴിക്കുന്ന യാതൊരു ടേസ്റ്റും ഇതിനകത്ത് തോന്നുന്നില്ല. ഇത് തോന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ തേങ്ങ കഴിക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ ബ്രെഡിന്റെ ഇത് മാത്രം മനസ്സിലാവുന്നില്ല നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രിക്ക് ബ്രെഡ് ആണെന്ന് നമ്മൾ കാണുമ്പോൾ ബ്രെഡാ, കഴിക്കുമ്പോൾ ബ്രെഡിന്റെ ടേസ്റ്റ് അല്ല. നെഗറ്റീവ്സ് ഞാൻ പറയാം. ഒന്ന്, ഇതിനകത്ത് എണ്ണ ഒരുപാട് പിടിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ മാർക്ക് പറയട്ടെ? 10ൽ 6 മാർക്ക്.